യാർഡ് ഇൻ ഹാഡു വീഡിയോ നമ്പർ 7. എത്രാമത്തെ 7 ആണോ? ഓക്കെ അപ്പോൾ മ്യൂസിക്കിൻ്റെ ഒരു സ്ട്രക്ചർ അതാണ്. അപ്പോൾ ആദ്യം ഒരു സെറ്റ് ലിറിക്സ് വരും, അത് കഴിഞ്ഞ് കുറച്ച് ടൂൺ, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ലിറിക്സ്, പിന്നെ ടൂൺ, ലിറിക്സ്, പിന്നെ മറ്റേ റിപ്പീറ്റ്, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ തലയിൽ അങ്ങനെ ഒരു രീതിയിൽ ആലോചിച്ചിട്ടില്ലായിരുന്നു മുൻപ്. ക്രിയേറ്റീവായിട്ട് റൈറ്റ് ബ്രെയിൻ കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ടൂൺ മാത്രം. അപ്പോൾ ടൂൺ മാത്രം കൂടുതലും ശ്രദ്ധിച്ചെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ട്യൂണും കേട്ടുപോയി. ലിറിക്സ് ഒരു 4 വരി കഴിഞ്ഞിട്ടാണ് അടുത്ത് ഇങ്ങനെ ട്യൂണ്. മ്യൂസിക് വളരെ കുറവാണ് ഒരു പാട്ടെടുത്ത് കഴിഞ്ഞാൽ എന്നുള്ള കാര്യം ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആ ലോജിക്കലി ചിന്തിച്ചപ്പോൾ ശരിയാണ്. മ്യൂസിക്കിന് വരിക്ക് ഒരു സ്ട്രക്ചറുണ്ട്, ഇത്ര പോയിന്റ് കഴിഞ്ഞാൽ അതിന് വേണ്ടി അത് പഠിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. തെലുങ്ക് പാട്ടല്ലേ ഉണ്ട്, തെലുങ്ക് പാട്ട് ഞാൻ എടുത്തു വെച്ചു. ഇത് ബ്രതക്കാളി, അത് മറ്റേ ഒസരവല്ലിയിലെ ഒരു പാട്ടാണ്. 41 സെക്കൻഡ് ആയിരുന്നു ഒരു തുടക്കത്തിലൊരു ഇൻട്രോ. അപ്പോൾ അത് ഒരു എന്താ 1.2, അതായത് 1 മിനിറ്റ് 2 സെക്കൻഡ് വരെ ഇൻട്രോ വരും. അത് കഴിഞ്ഞിട്ട് പല്ലവി തുടങ്ങി. പിന്നെ 1.58 ഒരു ഐഡിയക്ക് വേണ്ടി യൂസുന്നേ ഉള്ളൂ. അതുവരെ ഒരു പല്ലവി, അത് കഴിഞ്ഞിട്ട് പിന്നെ മ്യൂസിക്, ആദ്യത്തെ മ്യൂസിക് അവിടെ 1.58 വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ നെക്സ്റ്റ് വരി വന്നു. പിന്നെ അടുത്ത പല്ലവി, പിന്നെ റിപ്പീറ്റ്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മ്യൂസിക്, പിന്നെ ഒരു നെക്സ്റ്റ് അനുപല്ലവി, പിന്നെ ഫസ്റ്റ് സ്റ്റാൻസ് ഒന്നുകൂടെ പിന്നെ റിപ്പീറ്റ് ചെയ്യും. ഞാൻ അതിൻ്റെ പോക്ക്. അടുത്ത ഓസ്ട്രേലിയയിൽ തന്നെ വേറൊരു പാട്ടുണ്ട്, കിടിലൻ പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഡാണ്ടിയ, കിടിലൻ ഡാൻസിന് പറ്റിയ പാട്ടാണ്. ജൂനിയർ NTR ആണ് അതിൽ ഡാൻസ് കളിച്ചത്, സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. തമന്നയുണ്ട്, NTR ഉണ്ട്. പക്ഷെ NTR കിടും, ഒരു രക്ഷയില്ല. ഡ്രസ്സ് തമന്നയുടെ ഒക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ അത് കറക്റ്റ് ആപ്റ്റായിട്ടൊരു ഡ്രസ്സ്, കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയില്ല. ആ ഡാൻസിന് പറ്റിയ രീതിയിൽ ഇതായിട്ട് തോന്നി. പിന്നെ ഡാൻസ് അത് കണ്ടു, യൂട്യൂബിൽ കയറി നോക്കിയത് എല്ലാവർക്കും എന്തായാലും കിട്ടാൻ എളുപ്പമല്ലേ, അടിക്കുക കയറുക. ഇപ്പോൾ ഈ വീഡിയോൻ്റെ അടുത്ത് ഞാനിപ്പോൾ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ വരും കോപ്പി റൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും കിടക്കുന്നു. അനിയൻ്റെ പണ്ടത്തെ ഒരു ഡാൻസ് റെക്കോർഡ് ചെയ്തിരുന്നു, അതിപ്പോൾ ഇടയ്ക്ക് വന്നപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾ കോപ്പിറൈറ്റഡ് സൺ മ്യൂസിക്കിൻ്റെയോ ഏതിൻ്റെയോ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടിട്ട് നിങ്ങൾ വീഡിയോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയതെന്താ, ഞാനിപ്പോൾ ഉപയോഗിച്ചു നോക്കി. ബാക്ക്ഗ്രൗണ്ടിൽ അവൻ കളിച്ചു പോകുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ടൊരു പാട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കയറി അവൻ ഡിറ്റക്ട് ചെയ്തു. അതൊരു സോഫ്റ്റ്വെയറാണ്. ഒരാളിരുന്ന് നോക്കുന്നൊന്നുമില്ല. ഇത്രയും പേരുടെ വീഡിയോ എങ്ങനെ ഒരാളിരുന്ന് കുറേ ആൾക്കാരെ നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കണം? ഓക്കെ, കാട് കയറാൻ പാടില്ല. അതിന് ഡാണ്ടിയയിൽ കുറച്ചും കൂടെ അർത്ഥം മുറിച്ച് നോക്കി. ആദ്യം ഒരു വോക്കലുണ്ട്, പിന്നെ എന്താ ആദ്യ ടൂണ് ഒരു ടൂണ് വരും. പിന്നെ അടുത്ത സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടൂണ് പ്ലസ് ഒരു ബീറ്റ് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ലിറിക്സ് വരുന്നത്. ഫസ്റ്റ് ലിറിക്സ് കേട്ടതിന് ശേഷം പിന്നെ ഒരു ട്യൂണ് വിത്ത് ബീറ്റ് ഇവിടെ വന്ന്, ആദ്യത്തെ ട്യൂണ് വന്നതിന് ശേഷം ഒരു ട്യൂണ് വിത്ത് ബീറ്റ്, പിന്നെ അതേ സാധനം ഇവിടെ റിപ്പീറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ സെറ്റ് ലിറിക്സിൽ പല്ലവിയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നു. സെക്കൻഡ് പാർട്ട് വന്നു, ഫീമെയിൽ പോർഷൻ അവിടെ വന്നു. പിന്നെ അവിടെ മ്യൂസിക് വന്നു. അവിടെ കുറച്ച് മ്യൂസിക് വന്നിട്ട് ലിറിക്സ് 2, അതായത് നമ്മുടെ അനുപല്ലവി ചരണം. പിന്നെ ഒരു കിടിലൻ മ്യൂസിക്. ഒരു കിടിലൻ മ്യൂസിക് ആ പാർട്ടിലാണ് ആക്ച്വലി കുറച്ച് നീളമുള്ള ട്യൂണ് വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള അടുത്തെല്ലാം ഷോർട്ടായിരുന്നു. ഞാനിതിങ്ങനെ ചെയ്തു വന്നപ്പോൾ ആദ്യമേ കയറി അങ്ങനെ ലോങ് ഒരു ട്യൂൺ എടുത്ത് ഇട്ടുകൊടുത്തു. അവിടെ കുടുങ്ങിപ്പോയി. അപ്പോഴാണ് ആലോചിച്ച്, ആൾ പറഞ്ഞപ്പോഴേ ശ്രദ്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം. ഷോർട്ടെന്ന് ആളെ എഴുതി തന്നു. ഇത്രയും ഗ്യാപ്പിൽ ചെറുതായിട്ട് മ്യൂസിക്കുകൾ ഏത് നേരം നമ്മൾ സാധാരണ ഒരു പാട്ടിൽ മ്യൂസിക് വേണമല്ലോ. പിന്നെന്താ പാട്ടുകളെല്ലാം നല്ല ടോൺസിൽ റിച്ച് ആയിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ
ഒന്ന് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കേട്ട പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, ഓക്കെ മ്യൂസിക് ഉണ്ട്, പക്ഷേ എന്നാലും അത് നിറഞ്ഞു നിൽക്കുന്ന ടൈപ്പല്ല. കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് മാത്രം, കുറേ സാധനങ്ങളുണ്ട് എന്നാലും ബഹളമല്ല, കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. പാട്ടിന്റെ മുകളിലെന്ന് പറയാൻ പറ്റില്ല, പാട്ടിന്റെ ഒപ്പം ഇത്തിരി കയറിയാണ് നിൽക്കുന്നത്. സപ്പോർട്ടിങ് ആയിട്ടാണ്. പണ്ടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിനെ വളരെ സപ്പോർട്ടായിട്ടാണ് വെറുതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായി വെച്ചിരുന്നത്. പിന്നെ വന്ന സമയത്ത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ കയറി ഇപ്പോൾ പാട്ടടിയിലാണ് ബീറ്റ്. അതൊരു ട്രിക്കാണ്. കാരണം ഒരു സാധാരണ ഒരാൾ മ്യൂസിക്കിലേക്ക് ഫസ്റ്റ് കടന്നു വരുന്നത് അതൊക്കെ ആദ്യമേ മനസ്സിലാക്കാൻ പറ്റിയ ബേസിക് സാധനം വെച്ചാൽ ബീറ്റാണ്. അതുകൊണ്ടാണ് മിക്കവാറും ആൾക്കാർ വെസ്റ്റേൺ സോങ്ങിൻ്റെ പുറകെ ആദ്യമേ ചാടിക്കുന്നു. അല്ലെങ്കിൽ അപ്പോൾ ആ ട്രെൻഡ് മനസ്സിലാക്കി ഇതേപോലെയുള്ളത് ഇവിടെ ഇറക്കി. കൊട്ടും പാട്ടും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് തുള്ളാൻ നല്ല രസമായിരിക്കും. അതാണ് എല്ലാവർക്കും ആ കൊട്ട് പാട്ട് ഒരു ഇഷ്ടം. മെലഡി കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ക്ലിക്കാവുന്നതെന്ന് തോന്നുന്നു. ആ മൈൻഡ് ആ രീതിയിൽ ആയിട്ടിരുന്ന് കേട്ടാൽ മാത്രമേ. മറ്റേ തുള്ളിക്കളിക്കാൻ പറ്റിയത് അതിൽ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആണ് മറ്റത്. അതുകൊണ്ട് മിക്കവാറും ആൾക്കാർ ബീറ്റിന് ഇറങ്ങിപ്പോയി. പിന്നെ അടുത്ത ലെവലാണ് ടോണ്, പിന്നെ ബീറ്റ് പ്ലസ് ടോൺ, ഇങ്ങനെ കയറി വരും. എൻ്റെ അനിയൻ്റെ കാര്യം തന്നെയാണ്. അവൻ ആദ്യം ഇടിയോടിടി എഴുതുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതല്ല, ഇങ്ങനെ അടുത്തൊരു ലെവലുണ്ട് ട്യൂൺ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഈ ഇടി മതി. ഇപ്പോൾ മാറി. അവനിപ്പോൾ ഒരു ട്രാൻസിഷൻ ഉണ്ടായി. ഇത് ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വരുന്ന സമയം 10 കഴിഞ്ഞ സമയത്തൊക്കെയാണ് നമ്മുടെ കസറ്റ് ചെയ്ത് സൈക്കിളും ബ്രിഡ്ജിൻ്റെ ആ ഒരു അതിലമത്തെ കേട്ടത്. പിന്നെ അവന് പാട്ടിലോട്ടങ്ങ് പോയി പിടിച്ചു ഇറങ്ങി. ഗിറ്റാർ പഠിച്ചു. ഇപ്പോൾ കീബോർഡ് പഠിക്കുന്നുണ്ട്. തങ്കമാമൻ എന്ന് പറയും, കീബോർഡിസ്റ്റാണ്, ഗിറ്റാർ വായിക്കും. അപ്പോൾ അവനതിൽ കയറി. അപ്പോൾ അവൻ ബേസിക് നോക്കിയതാണ് ബീറ്റ്. അത് കഴിഞ്ഞ് മെലഡി, പിന്നെ അതിൻ്റെ അടുത്തടുത്ത ഓരോ ലെവലിലേക്ക് പോകും. ഞാനിപ്പോൾ ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ഇതിലെന്താ കഴിഞ്ഞിട്ടുണ്ട്. ബീറ്റ് എന്താണ് കഴിഞ്ഞത്. ബീറ്റ് കഴിഞ്ഞ് ട്യൂണ് കഴിഞ്ഞ് എനിക്ക് കോഡ് പിന്നെന്താ എല്ലാം ശ്രദ്ധിച്ചു തുടങ്ങി. ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്ന സമയത്ത് പാട്ട് കേട്ട വിവരം കൂടുന്നതനുസരിച്ച് പാട്ട് പിന്നെ ഇഷ്ടപ്പെടാവുന്നതാണ് എൻ്റെ സാറ് പറയുന്നത്. അതായത് സാറിനിപ്പോൾ പാട്ട് ഇഷ്ടപ്പെടാറില്ലായിരുന്നു. ഇതാണ് മ്യൂസിക് അറേഞ്ചർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഏതൊക്കെ ടോൺ എവിടെയൊക്കെ വേണം. അതായത് മ്യൂസിക് റിച്ച് ആയിരിക്കണം. ഒരു സമയത്ത് ഈ പറഞ്ഞ എല്ലാ ഒക്ടേവ്സിനും ഉള്ള ടോൺ എടുക്കണം, എല്ലാ ഫ്രീക്വൻസിയിലും. അപ്പോൾ അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ആവുന്നത് മ്യൂസിക്. അതിന് ഈ കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇത് ചെയ്യാൻ. എന്തായാലും മെനക്കെട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതുവരെ ഉള്ള എക്സ്പീരിയൻസ് ഞാൻ മെനക്കെട്ട് ഇരുന്നിട്ടുണ്ടോ അത് നടന്നിരിക്കും. അതുകൊണ്ട് സെയിം ബിലീഫ് ഉണ്ടായിരുന്നാൽ മതി എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് ഒരിക്കൽ ഞാൻ എൻ്റെ മേലുള്ള ബിലീഫ് ഒരിക്കലും കളഞ്ഞുകൊണ്ട് പരീക്ഷിച്ചത് ചെറുതായിട്ടൊരു പണി കിട്ടി സ്ലാബ് എക്സാം. പക്ഷെ അരമണിക്കൂർ ഞാൻ വേസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവരെയും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. സാറ് വന്ന് വഴക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പൊട്ടുന്നത് പറയും. ഇനിയിപ്പോൾ എന്തായാലും ഈ പിള്ളേരെയും ജയിച്ചു പൊട്ടെന്ന് പറഞ്ഞ് അവരെ പ്രോജക്റ്റ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഐഡിയ വന്നത്. ചെയ്ത് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 5 ക്വസ്റ്റ്യനിൽ ഈ ബാക്കി ഒരു മണിക്കൂർ വേസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള ഒരു 2 മണിക്കൂറുണ്ട്. അതായത് പറ്റിയെന്ന് വെച്ചാൽ 3 മണിക്കൂർ എക്സാമാണെന്ന് തോന്നുന്നു. 3 മണിക്കൂറിൽ ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ ഈ പ്രോഗ്രാം പറഞ്ഞ സാധനത്തിന് ഗ്രാഫിക്കലി ഒരു കാണുമ്പോൾ ഇത് 2 തരത്തിലുള്ള പ്രോഗ്രാമുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, പിന്നെ ഗ്രാഫിക്കലാണ് വിൻഡോ, ഈ മൗസൊക്കെ വെച്ച് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന രീതിയിലുള്ള സാധനം ഞാൻ പഠിച്ചു. എൻ്റെ മിനിപ്പറായിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ പരീക്ഷ ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചാരിത്ര എഴുതി അതൊരു 3 പേജ് ചെയ്യണം. ഈ പേജിൽ ഫസ്റ്റ് പേജ് ഒരു ഐക്കൺസും കാര്യങ്ങളും 3 ഐക്കൺ വെച്ചിട്ട് തന്നെ
എൻ്റെ ഒരു മണിക്കൂർ പോയി. അപ്പോൾ ഇനി 2 കൂടെ ഉണ്ട്. അത് ചെയ്യണമെങ്കിൽ ഇതേപോലെ 1 മണിക്കൂർ എടുക്കൂലേന്ന് അങ്ങ് ചിന്തിച്ച് അപ്പം അവിടേക്ക് നിർത്തി. അതാ പ്രശ്നം. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അത് പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായി എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ആ ഒരു പേജിൽ ബട്ടൺ എവിടെ വെക്കേണ്ടതെന്നുള്ളതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയും. ഈ 1 0 അല്ലെങ്കിൽ 3,4 3 മാറി 4 അവിടെ വയ്ക്കുക. അതുപോലെ ആ കോർഡിനേറ്റ് എനിക്ക് കിട്ടാനാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ ടൈം അവിടെ പോയത്. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞ് അടുത്ത പേജ് ചെയ്താൽ ഇതേ കോർഡിനേറ്റ് എടുത്ത് അവിടെ വെച്ചാൽ പക്ഷേ അപ്പം ചിന്തിക്കില്ല. അങ്ങനെ പൊട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കയറിയിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറെ വഴിയുണ്ടല്ലോ. ബാക്കി എല്ലാവരും ഇത് എന്താണ് കമാൻഡ് പ്രോംപ്റ്റിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ ആ രീതിയിൽ പോയി ഇത് പിന്നെ കുറേ ഐഡിയ കിട്ടി ചെയ്ത് സംഭവം റെഡിയായി. പക്ഷേ 5 ദിവസമില്ല 1 2 3 2 പരിപാടിയും കൂടി ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അന്ന് പരിപാടി ചെയ്യാതെ ആ ബിലീഫ് എത്ര പരീക്ഷ കുറേ പരീക്ഷയ്ക്ക് പോലെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഐഡിയ കിട്ടും വർക്ക് ചെയ്യും. പ്രോഗ്രാം ആയാലും വർക്ക് ചെയ്യും. പരീക്ഷയ്ക്ക് കുറേ പേരുണ്ട്. മെയിൻ എക്സാമിൻ്റെ തലേ ദിവസം സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്ന പ്രോഗ്രാമാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് രാവിലെ 3 മണിക്ക് ടൈമിലാണ് ഇതൊക്കെ ഇറങ്ങുന്നത്. 3 മണിക്ക് 1 മണി സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ കണ്ട പ്രോഗ്രാം ഞാൻ പഠിച്ചിട്ടില്ല. അത് മാത്രമേ പഠിച്ചിട്ടില്ല. ബാക്കി എല്ലാ പ്രോഗ്രാമും 12 പ്രോഗ്രാമിൽ ബാക്കി എല്ലാം അറിയാം. ഇതൊരെണ്ണം മാത്രം അറിയില്ല. ഡൈവർട്ട് പോകണം പോട്ടുന്നു തിരിച്ചെടുത്തിട്ട് ചെന്നിട്ട് അങ്ങനെ രാവിലെ ഒരു എന്തായിരുന്നു പ്രോഗ്രാം പോസ്റ്റ് ഫിക്സ് അങ്ങനത്തെ ഒരു പേരിലാണ് സംഭവം. 1 2 നമ്പർ കൂട്ടുക കുറയ്ക്കുക അല്ലെങ്കിൽ ഗുണിക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞ ഈ പോസ്റ്റ് ഫിക്സ് എന്നൊക്കെ പറയുന്ന രീതിയിലാക്കി ചെയ്യുക. അപ്പോൾ സ്റ്റാക്ക് കുറേ സാധനങ്ങളുണ്ട് അത് അടുത്ത പരിപാടി. അപ്പോൾ ഞാനത് പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ അതിപ്പോൾ പെട്ടെന്ന് കണ്ടു എണീറ്റു തിരിച്ച് പഠിച്ചു. ഞാനത് സ്വപ്നം കണ്ടതാണ്. പരീക്ഷയ്ക്ക് പോയി ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നതിന് കിട്ടിയത് പോളിനോമിയൽ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ട് എണീറ്റത്. എന്നിട്ട് പരീക്ഷയ്ക്ക് അന്ന് രാവിലെ ഇരുന്ന് പോയി ചെന്നപ്പോൾ കറക്റ്റ് അതേ ക്വസ്റ്റ്യൻ തന്നെ അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നു. പിന്നെ പോയിരുന്ന് എഴുതി. എൻ്റെ ഒരു മിസ്റ്റേക്ക് വന്നു. എൻ്റെ ഒരു A പ്ലസ് A മൈനസ് ബി എന്ന് പറയുന്നത് B മൈനസ് എ എന്നാണ് എഴുതാൻ A മൈനസ് ബി എന്ന് എഴുതി വെച്ചു. അത് മാത്രം മിസ്റ്റേക്ക്. ഞാൻ കൊണ്ടുകൊടുത്തപ്പോൾ സാർ പറഞ്ഞു മിസ്റ്റേക്കാണ് തിരിച്ചത്. ഞാൻ പോയി പണിയായ ഒരു പിടിയിൽ എന്താണ് തെറ്റ്. പിന്നെ കട്ട് ചെയ്ത് -B B മൈനസ് കഴിഞ്ഞു. അപ്പോഴേ കൊണ്ട് റെഡി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ബെറ്റു ആണ് എൻ്റെ നെക്സ്റ്റ് എൻ്റെ നമ്പർ അടുത്ത നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തു. നെക്സ്റ്റ് അവിടെ ആ ഗ്യാപ്പിൽ ഇരിക്കേണ്ട അവന്. പക്ഷെ അവൻ അന്ന് പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരീക്ഷ എഴുതിയില്ല. ഞാൻ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു ഞാൻ ഇന്ന് സ്വപ്നം കണ്ടു എനിക്ക് ഇതും പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷനാണ് നിനക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ഇരിക്കുക. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവൻ പരീക്ഷയ്ക്ക് കയറിയില്ല. അവൻ അവിടെ വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴത്തെ ക്വസ്റ്റ്യൻ ഇറങ്ങുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയപ്പോൾ പോളിനോമിയൽ എങ്ങനെ വരുന്നതെന്ന് അറിഞ്ഞത്. ഇതുപോലെ തന്നെ ജാവ വളരെ സിമ്പിളെന്നാണ് പറയുന്നത്. നല്ല സിമ്പിളാണ്. ഏറ്റവും തലതിരിച്ചതാണ് ജാവ. ഒരിക്കലും പ്രോഗ്രാം കോഡ് ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ കൺസെപ്റ്റ്. കാരണം വെറുത്തു ഇഷ്ടംപോലെ ആ ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്ന് പറഞ്ഞ് മൊത്തം അത് ടൈപ്പ് ചെയ്ത് ഒരു പേര് വിത്ത് പിന്നെ അതിൻ്റെ ഫംഗ്ഷൻ നെയിം എന്ത് വിലപ്പെട്ട പരിപാടി വരുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആ പേര് തന്നെയുണ്ട്. ഒബ്ജക്റ്റ് റിലേറ്റഡ് ആണ്. അതെന്താ ആ കോൺസെപ്റ്റ് തന്നെ അത് പഠിപ്പിച്ചില്ല. ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റാണ്. ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതെന്താ പിന്നെ കുറച്ച് ലേബിളുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു ബോക്സാണ്. ബോക്സ് ഇപ്പോൾ ഇത് സെനിയറിൻ്റെ ഹെഡ്ഫോൺ ഇതൊരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്ലാസ് ആയിട്ടായിരുന്നു പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ് അനുസരിച്ച് ക്ലാസ് ആകുമ്പോൾ വേറൊന്നുമില്ല.
ഇതിന് കുറേ പ്രോഗ്രാമിൽ അവർ പഠിപ്പിക്കുന്ന സമയത്ത് എന്താ പറയുക, വഴി പിന്നെയും തെറ്റി പോകുന്നു. പ്രോഗ്രാമിങ്ങിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ചേർന്നില്ല. ഇതിനിപ്പോൾ എന്ത് പേര് ഞാൻ കൊടുക്കും? ഇതിന് എൻ്റെ 1001 വൈകിട്ടിൻ്റെ ഒന്നിന് കൊടുക്കാൻ പാർട്ട് 1 പാർട്ട് 2. അപ്പോൾ ഒരു ഒബ്ജക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ എന്താ ക്ലാസ് വേരിയബിൾ, പിന്നെ മെമ്പർ ഫംഗ്ഷൻ മെമ്പർ വേരിയബിൾ എന്ന് പറയും. മെമ്പർ വേരിയബിൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്വഭാവം എന്താ പറയുക, പ്രോപ്പർട്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിപ്പോൾ കളർ എന്താ, ബ്ലാക്ക്, അതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇതെന്താ, ഇതിപ്പോൾ വർക്കിംഗ് ഓൺ ആണോ ഓഫ് ആണോ, അത് മെമ്പർ വേരിയബിളായിട്ട് വേണമെങ്കിൽ വയ്ക്കാം. ഇത് നിലവിൽ എന്താണ് എന്ന് തീരുമാനിക്കുന്ന കുറച്ച് ഇൻഫോർമേഷൻ, അതിനെയാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ മെമ്പർ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിനാണ്. പിന്നെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. മൊത്തമായിട്ട് ഓറുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവും എന്താണ് ഇവർ ഇത്രയും കണ്ട് പഠിപ്പിക്കുന്നത്. നമ്മൾ വേറുന്നില്ല. ഇതിനിപ്പോൾ ഒരു ഒബ്ജക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിനെ എന്താ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുന്ന സാധനം ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ ആൾട്ടർ ചെയ്യാം. അപ്പോൾ നിലവിൽ മൈക്കിപ്പോൾ എന്തൊക്കെ ചെയ്യണം, അല്ല ഈ ഹെഡ്ഫോൺ ഇപ്പോൾ ഓൺ ആണെങ്കിൽ ഓൺ ആക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ കാണും. ആ ഫംഗ്ഷൻ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ഓൺ ആവും. കണക്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന സാധനം ചെയ്യാണ്ട് എന്ത് ചെയ്യുക, ഒരു ലൈറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ അതൊരു ഫംഗ്ഷനായിട്ട് എഴുതുക, ലൈറ്റിൻ്റെ വേരിയബിളുമായിട്ട് കണക്ട് ചെയ്ത് എഴുതുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് കത്തുക. അടുത്തിവിടെ അവിടെ ഒരു വോയിസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൺവേർട്ട് ചെയ്ത് ഇവിടെ എത്തിക്കുക. വോയിസ് കൂടിക്കഴിഞ്ഞാൽ പകരുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക നിലവിൽ അതെന്താണെന്നുള്ളത്, അതിൻ്റെ ഈ പ്രോപ്പർട്ടീസ്, നിലവിൽ ആ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ എന്താണ് അതിനനുസരിച്ച്. അങ്ങനെ ഒരു സംഭവം പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഈ ജാവ. അപ്പോൾ കണ്ടോ, അതിപ്പോൾ പ്രോഗ്രാമിംഗ് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 0s and 1s തുടങ്ങിയതാണ്. 0s and 1s പിന്നെ കുറച്ചുകൂടെ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ, അപ്പോൾ ഭയങ്കര എക്സ്പെർട്ടായ ആൾക്ക് മനസ്സിലാവും. ബുദ്ധിമുട്ടല്ലേ 0, 1, 0, 0, 0, 1 ഇതെല്ലാം തന്നെ കിട്ടിയിരിക്കുക. അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ മറ്റൊരു സാധനം ഉണ്ടാക്കി. എന്താ എത്ര ദിവസം ചെയ്തിട്ടില്ല, ഡിമോണിക് കോഡ് എന്നൊക്കെ പറയും. ഇത് AD ആഡ് സ്പേസ് A,B അങ്ങനെ ആ രീതിയിലാക്കി. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് പ്രോഗ്രാമേഴ്സിന് മനസ്സിലാവും. എങ്ങനെ 2 നമ്പർ കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രോസസ്സറിൽ കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഒരു മെമ്മറി ഉണ്ട്. മെമ്മറിയിലാണെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലമുണ്ട്. പ്രോസസ്സറാണെങ്കിൽ ആ കൂടെ അതിൽ കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് എന്തായാലും അതിന് പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വക സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒപ്പിക്കാം. അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ സാധനമാണ് ഒരു പ്രോഗ്രാം ലാംഗ്വേജ്. പിന്നെ വന്നു ലോ ലെവൽ പ്രോഗ്രാം ലാംഗ്വേജ്, പിന്നെ ഒരു C വന്നു മിഡ് ലെവൽ എന്നാണ് പറയുന്നതിന്. രണ്ടിനും ഇടയ്ക്കാണ്. അത് പ്രൊസീജർ എഴുതി ചെയ്യാം. പ്രിന്റ് F എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിന്റ് F അതിനകത്ത് മെസ്സേജ് ഇട്ട് കൊടുത്താൽ മതി, സംഭവം സ്ക്രീനിൽ പ്രിന്റ് കഴിഞ്ഞു. മറ്റേലാണെങ്കിൽ എത്ര ലൈൻ എഴുതുമെന്ന് പറയും. അപ്പം നമ്മുടെ ആവശ്യങ്ങളാണ് അവിടെ പിന്നെ മാറിയത്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉള്ള രീതിയിൽ പ്രോഗ്രാമിംഗ് ചെയ്യാം. നമുക്ക് ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, അത് ചെയ്യാന്നുള്ളത്. അതിങ്ങനെ മാറി വരും. പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് പിന്നെയാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ സമയത്ത് C, പിന്നെ C++, വെച്ചിട്ട് പിന്നെ ജാവ ഉണ്ടെങ്കിൽ ജാവ കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയാം. അതിനകത്ത് C++ പോലെ എഴുതാൻ പറ്റില്ല. C++ൽ ഒരു മെയിനൊക്കെ എഴുതിയിട്ട് അതിനകത്ത് നമുക്ക് കോഡ് എഴുതും. അങ്ങനെ എഴുതിയാലും വർക്ക് ചെയ്യും. ക്ലാസ്സായിട്ട് എഴുതിയാലും സംഭവം വർക്ക് ചെയ്യും. പക്ഷേ ഒബ്ജക്റ്റ് ജാവ അങ്ങനെയല്ല. ജാവയിൽ ക്ലാസ് ഇല്ലാത്ത സാധനം വർക്ക് ചെയ്യില്ല. മിനിമം ഒരു ക്ലാസ് ഇടണമെന്നില്ല മനുഷ്യ ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ജാവ പിടിച്ച് കയറിയതോ എന്ത് സാധനം പിടിച്ചാലും അതിനകത്ത് ഓക്കെ. ഇപ്പം എല്ലാം ഇവിടെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ജാവ ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കാണും ഒരു ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത ലെവലിൽ ചെയ്യാം. ഒബ്ജക്റ്റ്
അതിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് മൈക്ക് അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോണ്, അപ്പോൾ അതിന് ഓരോ ഒബ്ജക്റ്റായിട്ട് കാണിക്കുന്ന കുറേ 4% കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിൽ ആൾട്ടർ ചെയ്യാൻ വേണ്ടി കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് നാളത്തെ ഇതിന് ആസ്പെക്ട് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സാധനം വന്നിട്ടുണ്ടെന്ന് എനിക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ഏതായാലും കണ്ടിട്ടില്ല, ഉപയോഗിച്ച് ചിലപ്പോൾ കണ്ടിട്ടാണ് അറിയാതൊന്നുമില്ല. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് വന്ന സമയത്ത് ഇതാണ് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഓരോ വിൻഡോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഈ കാണുന്ന സാധനം ഇതൊരു വിൻഡോ. അപ്പോൾ വിൻഡോയ്ക്ക് എന്താ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് ഇത്രയും കാണിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ. ഇതെല്ലാം ഇത് ഓൺ ആണോ ഓഫ് ആണോ, ഓഫ് ചെയ്തു, ഓൺ ചെയ്തോ ഇല്ലയോ, അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതാ ഇതിനൊക്കെയാണ് വേരിയബിൾ എന്ന് പറയുന്നത് സെറ്റ് ചെയ്യണത്. ഇപ്പം നിലവിൽ ഇത് എന്താണെന്ന് തീരുമാനിക്കുന്നത്, ഇതിൻ്റെ സ്റ്റേറ്റ്, നിലവിൽ ഇത് ഏത് സ്റ്റേറ്റ് ഇരിക്കുന്നു തീരുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്പർ വേരിയബിൾസ്. അപ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മാറണ്ടേ, ആ ആക്ഷൻ അതിന് വേണ്ടിയുള്ള കോഡാണ് ഈ പറഞ്ഞ മെമ്പർ ഫംഗ്ഷൻ അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനുള്ളിൽ മാറി ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പം എന്താ, ഇപ്പം മ്യൂട്ടായി, എടുത്ത് കളഞ്ഞ സമയത്ത് അൺമ്യൂട്ടായി ശരി. അപ്പോൾ ഇതായി ആവണമെങ്കിൽ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തിയാണ് ഈ ഇതിനകത്ത് ജാവയിൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വക സാധനങ്ങൾ കോഡായിട്ട് എഴുതാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. മെനക്കേട്ടില്ല, നമ്മൾ എന്തിനാണ് മെനക്കെടുന്നത്, നമ്മൾ കാര്യം നടന്നപ്പോൾ നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യം. നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ അത് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ എന്താണോ അത് ചെയ്യുക. ഒരിക്കലും കാലം കൊല്ലമായിട്ട് ഉണ്ടാക്കിയ സാധനമില്ല. അപ്പോൾ ഓരോ കാലം കഴിയുമ്പോൾ നമ്മൾ എഫേർട്ട് പറഞ്ഞല്ലേ കൂടി വരണം. അതെന്താ, അപ്പോൾ പണ്ടിച്ച് പ്രൊസീജിയറൽ ലാംഗ്വേജ് അതിനകത്ത് ടൈപ്പ് ചെയ്യണം. ഇതിപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയ സമയത്ത് കുറേ സ്ഥലത്തൊക്കെ ഓക്കെ കുഴപ്പമില്ല. ഇപ്പോഴും ടൈപ്പ് ചെയ്യണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇത്രയും കാലം നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെ മിനിമം ഒരു പ്രോഗ്രാമിന് ആവശ്യമായ കാര്യങ്ങൾ ഇതുപോലെ പ്രിന്റ് എഫ് എന്ന് പറയുന്ന സിയിൽ കൊണ്ടുവന്നപ്പോഴാണ് എല്ലാവർക്കും ഒരു സാധനം പ്രിന്റ് ചെയ്യണം എന്നൊരാവശ്യം എല്ലാ പ്രോഗ്രാമിനുണ്ട്. അതുകൊണ്ട് അതിനെല്ലാം വെച്ചിട്ട് ഒരു മോഡലാക്കി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിലെ ഫ്രെയിം വർക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയ സാധനമില്ല. എളുപ്പം ഫാസ്റ്റായിട്ട് അങ്ങനെ സാധനം ചെയ്യാം. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ഫ്രെയിം വർക്കുകൾക്ക് എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായി. കാരണം നമ്മളുണ്ടാക്കിയ സാധനമല്ല ഫ്രെയിം വർക്കുകൾ. കോഡ് ഇഗ്നേറ്റർ അങ്ങനെ പേരിൽ കുറച്ച് സാധനമുണ്ട് ഫ്രെയിം വർക്ക്. ഫോൺ ഗ്യാപ്പ് എന്നൊരു പുതിയ സാധനമുണ്ട്. ഫോൺ ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനം കൊള്ളാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ HTML പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആൻഡ്രോയിഡോ ആപ്പിളോ അല്ലെങ്കിൽ വിൻഡോസ് ഫോണിൻ്റെ ആപ്ലിക്കേഷൻസോ ഡെവലപ്പ് ചെയ്യാം. കാരണം എന്താ, അവിടെ അതാണ് കുറച്ചും കൂടെ എളുപ്പമാക്കി. നമുക്ക് ഏതൊരു ഫോണിൽ വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിലല്ല, കാണുന്ന ഒരുപോലെയല്ലേ. ഒരു ഫോൺ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ബട്ടണുണ്ട്, അതും പ്രസ് ചെയ്ത കാര്യം പറഞ്ഞു സെയിം സംഭവം. സോ അതിനാണിപ്പോൾ ആൻഡ്രോയിഡ് ആയാലും വിൻഡോസ് ആയാലും ആപ്പിൾ ആയാലും സെയിം സംഭവങ്ങളാണല്ലോ. അപ്പോൾ കാണുന്ന സംഭവം ഒന്നാണ്, പക്ഷേ അതിന് വേണ്ടി സെപ്പറേറ്റ് ഇപ്പോൾ ആൻഡ്രോയിഡ് കോഡ് ചെയ്യണമെങ്കിൽ ഒരു രീതി പഠിക്കണം, അതിപ്പോൾ വിൻഡോസ് കോഡ് ചെയ്യണമെങ്കിൽ വേറെ രീതിയിൽ, ആപ്പിൾ കോഡ് ചെയ്യണമെങ്കിൽ വേറെ. പക്ഷെ എന്തിനാ അതിനാവശ്യമില്ല, നമുക്ക് ഒരു സാധനം പഠിച്ചാൽ അത്ര എഫിഷ്യൻ്റ് ആയി. ഇത്ര എല്ലാം കൂടി തല കിട്ടേണ്ട ആവശ്യമില്ല. ആ രീതിയിലുള്ള കോൺസെപ്റ്റിലാണ് ഫോൺ ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത്. ഫോൺ ഗ്യാപ്പിൽ നമ്മൾ HTML വെച്ചിട്ട് ബേസിക് HTML ജാവാസ്ക്രിപ്റ്റ് അതിൽ നിന്ന് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാകും. ആപ്ലിക്കേഷൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്താണോ അല്ല പ്ലാറ്റ്ഫോമിനകത്താണോ ആ രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ വിൻഡോസ് ആണെങ്കിൽ ക്ലിക്ക് വിൻഡോസ്, ആപ്പിൾ ആണെങ്കിൽ ക്ലിക്ക് ആപ്പിൾ, ആൻഡ്രോയിഡ് ആണെങ്കിൽ ക്ലിക്ക് ആൻഡ്രോയിഡ്. എല്ലാത്തിനും സിംഗിൾ വർക്ക്, ഒരു കാര്യം പഠിക്കുക ചെയ്യുക, വിവിധ സാധനങ്ങളിലേക്ക് അത് മാറ്റുക, പറക്കിയിടുക. ജാവയിൽ അങ്ങനെ പാടുള്ളൂ. ഒരു വിൻഡോ എന്ന് പറയുമ്പോൾ വിൻഡോ വലിച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിരുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസും സെറ്റ് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ കിടന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരാൻ പാടില്ല. പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട് തന്നെ. വീണ്ടും 14 24 മിനിറ്റ് ഉണ്ട്.